ക്രൈസ്തവ സഭ ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചാമ്പൽ ബുധനായ ആഷ് ബുധനായ ഇന്നു മുതൽ ആരംഭിക്കുന്ന 40 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പിന്റെ ദിനങ്ങൾ കർത്താവിനോട് ചേർന്ന് ക്രൂശിനോട് ചേർന്ന് നാം യാത്ര ചെയ്യുന്ന 40 ദിനരാത്രങ്ങൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം ഇടങ്ങളിൽ അനേകം ജനത എടുത്ത ഉപവാസത്തെക്കുറിച്ച് ചേർത്തിരിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിനവേ വാസികളുടെ ഉപവാസമാണ്. 40 ദിവസങ്ങൾക്കകം ഈ ദേശം നശിക്കുകയാണ് എന്ന ദൈവിക ആലോചന യോനയിലൂടെ കേൾക്കുമ്പോൾ നിലവിലെ രാജാവ് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. 40 ദിവസം ദൈവത്തോട് ചേർന്നിരുന്ന് തങ്ങളുടെ കുറവുകളെ ഉണർന്ന് ദൈവത്തോട് കരയുകയും നിലവിളിക്കുകയും ചെയ്ത 40 നാളുകൾ. പ്രിയ ദൈവജനമേ, സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പാപ പങ്കിലമായ ഒരു ലോകത്താണ് നാം ഒന്ന് ജീവിക്കുന്നത്. മനുഷ്യൻ ഏറെ സ്വാർത്ഥരായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ എന്ന ഭാവങ്ങൾ ഏറെ നിറമാടി നിൽക്കുന്ന ഒരു കാലഘട്ടം. ദൈവത്തെ മറന്ന് മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടം, ഈ നോമ്പിന്റെ ദിനങ്ങൾ നമ്മെ ബോധ്യപ്പെടുന്നത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നതാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. രട്ടെടുത്ത് വെണ്ണീറിലിരുന്ന് ഉപവസിക്കുന്ന ഒരു പാരമ്പര്യം പഴയ നിയമ ചരിത്രത്തിലുണ്ട്. രട്ടെടുക്കുക, സാധാരണമായിട്ട് ധരിച്ചിരുന്ന വില കൂടിയ ആഡംബരമായ വസ്ത്രങ്ങളൊക്കെ മാറ്റി വളരെ സാധാരണ നിലയിലേക്ക് രട്ട് പുതച്ചുകൊണ്ട് വെണ്ണീരിൽ പൊടിയിലിരിക്കുന്ന ഒരു സാഹചര്യം. ആഷ് വെനസ്ഡേ, ചാമ്പൽ ബുധൻ നമ്മോട് പറയുകയാണ്, മനുഷ്യ, നീ മണ്ണാണ്, നീ ചാരമാണ്. ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. നീ 4 വിരൽ നീളം മാത്രമുള്ള ഒരു ജീവിതമാണ് നിന്റെ ജീവിതം. ഏത് നിമിഷവും അവസാനിക്കാവുന്ന ഒരു ജീവിതമാണ് ഈ ലോകത്തിൽ നീ ജീവിക്കുന്നത് എന്ന ഒരു ബോധ്യത്തിലേക്ക് മടങ്ങി വരണം. ഒരുപക്ഷെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും സാമ്പത്തികമായ ഭദ്രതകളും അധികാര സ്ഥാനങ്ങളുമൊക്കെ ഞാൻ ആരൊക്കെയോ ആണ് എന്ന ഒരു ചിന്തയിലേക്ക്, ഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്നുവെങ്കിൽ ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മിലേക്ക് മടങ്ങി വരാം. ഞാനൊന്നുമല്ല, ഞാൻ ബലഹീനനാണ് എന്ന ബോധ്യത്തിലേക്ക്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്ന സമർപ്പണത്തിന്റെ നാളുകളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഉപവാസം അത് വർജിക്കലാണ്. ചിലര് മത്സ്യ മാംസാദികൾ വർജിക്കാറുണ്ട്, പാല് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വർജിക്കുന്നവരുണ്ട്. ദിവസത്തിൽ 1-2 നേരത്തെ ആഹാരം വർജിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്നവരുണ്ട്. വർജനം എന്താണ് നാം വർജിക്കേണ്ടുന്നത്? ഇന്നലെ വരെ ഭൗതികമായി നാം ആസ്വദിച്ചിരുന്ന ദൈവത്തെക്കാൾ അധികമായി എന്തിനൊക്കെയാണോ നാം അമിതമായ പ്രാധാന്യം നൽകിയിരുന്നത്, എന്തിനൊക്കെയാണോ നാം ആസ്വദിച്ചിരുന്നത്, ആസ്വാദനങ്ങളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന നാളുകളായി ഈ നാളുകൾ മാറണം. ആസ്വദിക്കുവാനായിട്ട് നമുക്ക് അധികം നാളുകളില്ല. ദൈവത്തിങ്കിലേക്ക് നോക്കി നമ്മുടെ ജീവിതയാത്ര തുടരേണ്ടുന്ന നാളുകളാണ്. പ്രാർത്ഥനയുടെ ഒരുക്കത്തിന്റെ നാളുകളാണ് ഈ നോമ്പ് കാലഘട്ടങ്ങൾ. ദൈവത്തോട് ചേർന്നിരിപ്പാൻ, നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് യാചിക്കാൻ, നിലവിളിയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കഴിയേണ്ടുന്ന നാളുകൾ. നിലവിവാസികളുടെ 40 ദിവസത്തെ ഉപവാസം ഓരോ ദിവസം കഴിയുന്തോറും അത് തീവ്രമായി കൊണ്ടേയിരുന്നു. കാരണം ഓരോ ദിവസം കഴിയുന്തോറും അവർ മരണത്തോട് അടുക്കുകയായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ നിലവിളിയുടെ ശബ്ദം ഉയർന്നു, കണ്ണുനീരിന്റെ ആത്മാർത്ഥത ഉയർന്നു. നോമ്പിന്റെ കാലഘട്ടം ആരംഭത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തുടരുക എന്നല്ല, ആരംഭത്തിലുണ്ടായിരുന്ന തീരുമാനങ്ങളിൽ നിന്ന് മാറി നടക്കുക എന്നല്ല, ഓരോ ദിവസം കഴിയുന്തോറും കർത്താവിനോട്, ക്രൂശിനോട് ചേർന്ന് 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 നടക്കുന്ന നാളുകളാണ്. ഈ 40 ദിവസം കഴിയുമ്പോൾ നോമ്പ് കാലഘട്ടം കഴിഞ്ഞു എന്നല്ല, ഒരു പുതിയ മനുഷ്യനായി നാം രൂപപ്പെടുന്ന, നമ്മുടെ ക്രൂശുകളെ എടുക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുന്ന നാളുകളായി ഈ നോമ്പ് കാലഘട്ടം മാറ്റപ്പെടണം. 40 ദിവസം കർത്താവിനോട് ചേർന്നിരിപ്പാൻ, കർത്താവിൽ നിന്നും കേൾക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ ക്രൂശിനോട് ചേർത്ത് സമർപ്പിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.